അപ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ചക്കേൻ്റെയും മാങ്ങേൻ്റെയും സീസണാണല്ലോ. അതുകൊണ്ട് ഇത്തിരി മാങ്ങ കണ്ണിമാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് പെറുക്കാൻ പോവുകയാണ് ഞാൻ. ഇത് വാടി വീഴുന്ന മാങ്ങയാണ്. അല്ലാതെ മാവിന്ന് അപ്പം തന്നെ പറിച്ചതൊന്നുമല്ല. ചുവട്ടിൽ നോക്കുമ്പോൾ ഇഷ്ടംമാതിരി മാങ്ങ കിടക്കുന്നുണ്ട്. ഒരു പാത്രം ഞാൻ പെറുക്കിക്കൊണ്ട് വെച്ചതാണ്. എന്നിട്ട് രണ്ടാമത്തെ പാത്രം പെറുക്കാനായിട്ട് വന്നതാണ്. അത് നോക്കുമ്പോൾ ചുവട്ടിലാണെങ്കിൽ ഇഷ്ടംമാതിരി മാങ്ങ പൊഴിഞ്ഞ് വീണ് കിടക്കുവാണ്. ഈ മാങ്ങ വാടി താഴെ വീണ മാങ്ങ അച്ചാറിട്ടാലും നല്ല രുചിയാണ്. ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഉണങ്ങണം. നല്ലപോലെ ഉണക്കിയാലും കുഴപ്പമില്ല, ചെറുതായിട്ട് ഉണങ്ങിയാലും കുഴപ്പമില്ല. ചെറുതായിട്ട് വാട്ടിയിട്ട് നമ്മളത് ആ വെയിൽ കൊണ്ട് വാടിയതിൻ്റെ അച്ചാറിടുമ്പോൾ വേറെ തന്നെ ഒരു രുചി. ഏതായാലും കാപ്പിച്ചോട്ടിൽ കൂടെ മുഴുവൻ നടന്ന് ആ മാങ്ങ മുഴുവൻ ഞാൻ പെറുക്കി. വലിയ മരമാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്താ, വെയിലത്തെല്ലാം പൊഴിഞ്ഞ് വീണ് പോവുക. മഴക്കാറുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, മഴയൊന്നും പെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ മാവിന് കൂട്ടായിട്ട് ഒരു പ്ലാവും കൂടിയുണ്ട്. ഒരു പകുതിയോളം ഉണ്ട് ചക്ക കായ്ച്ചു കിടക്കുന്നത്. മേലോട്ടൊന്നും കായ്ച്ചിട്ടില്ല, താഴെ മാത്രമേ കായ്ച്ചിട്ടുള്ളൂ. ഏതായാലും ചക്കയുണ്ട്. ചക്കയൊന്നും മൂത്തൊന്നും തുടങ്ങിയിട്ടില്ല. അതും പകുതിയോളം ഇടിച്ചക്ക പരുവായിട്ടേ ഉള്ളൂ. നമ്മളെ ഭാഗത്തോട്ട് കുറച്ച് ലേറ്റായിട്ടാണ് മാങ്ങയും ചക്കയൊക്കെ മൂക്കുന്നത്. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കേ ഉള്ളൂ. ഏതായാലും മാങ്ങ എല്ലാം പെറുക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ അത് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പൊക്കെ എടുത്ത് അച്ചാർ ഇടാനായിട്ട് മുറിക്കാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്. പഴുത്തതെല്ലാം വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ടുള്ളത് നോക്കുകയാണ്. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് ഈ അച്ചാറിടും. ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ അത് വാടി കിട്ടും. 2 ദിവസം വെക്കുമ്പോഴത്തേക്കും അത് ഉണങ്ങിപ്പോവും. ഏതായാലും വാടിയത് കൊണ്ട് ഒരു ദിവസവും 2 ദിവസം വെച്ചിട്ട് അത് അച്ചാറിടാനുള്ള പാകത്തിൽ ആക്കിയെടുത്തിട്ട് ശേഷം അച്ചാറിടും. അങ്ങനെ അച്ചാറിട്ടതിന് ശേഷം ഇനി കാണിക്കാം.